പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. ഒപ്പം ചില ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ആരോപണങ്ങളൊക്കെ തുടർന്ന് സസ്പെൻഷനിലായ ഒരു MLA പ്രചാരണത്തിന് ഇറങ്ങിയതൊക്കെ വലിയ ആക്ഷേപങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. MLA ഓരോ വീട് കയറി ഇറങ്ങി വോട്ട് ചോദിക്കുകയാണ് UDF പ്രവർത്തകർക്ക് വേണ്ടി. ഇതാ നമ്മൾ കണ്ണാടിയിലാണുള്ളത്. കണ്ണാടിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് അതിൻ്റെയൊക്കെ ചർച്ചകൾ തൊട്ട് MLA സജീവമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഓരോ വീട് കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ MLA തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് പ്രചാരണം? ഉഷാറായി പോകുന്നു. ഇത്തവണ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകാൻ പോവുകയാണ്. നഗരസഭ ഉൾപ്പെടെ തിരിച്ചു പിടിക്കും. നഗരസഭ ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും, ഒരു തർക്കവുമില്ല. കാരണം നഗരസഭയിൽ കുറേ കാലമായിട്ടുള്ള 10 വർഷമായിട്ടുള്ള BJP ഭരണത്തിൽ ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ട്രെൻഡ് കാണിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ VK ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ നഗരസഭയിൽ ഒപ്പത്തിനോടൊപ്പം എത്തി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായി. ആ ഭൂരിപക്ഷമൊന്നും വ്യക്തിപരമല്ല, അത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ഭരണസമിതി, അതുപോലെ തന്നെ അഴിമതിയിൽ ആകെ കുളിച്ചു നിൽക്കുന്ന ഭരണസമിതി. എടുത്തു പറയാനൊരു പദ്ധതിയുണ്ടോ? അപ്പോൾ ആ ഭരണസമിതിക്കെതിരായിട്ടുള്ള കൃത്യമായ വിധിയെഴുത്ത് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകും. ചരിത്രത്തിൽ 2ാം വട്ടം, മുൻപ് കണ്ണാടിയുടെ ചരിത്രത്തിൽ ആകെ ഒരു തവണയാണ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇത്തവണ കണ്ണാടിയും തിരിച്ചു പിടിക്കും. പാലക്കാട് നിയോജകമണ്ഡലത്തിലെ 3 പഞ്ചായത്ത് നഗരസഭയും നമ്മൾ തിരിച്ചു പിടിക്കും. കഴിഞ്ഞ തവണ ഇപ്പോൾ BJP നഗരസഭയിൽ ഭരണ തുടർച്ചയാണല്ലോ. കഴിഞ്ഞ തവണ BJPയുടെ ഇത്തരം ഈ പോരായ്മകളൊന്നും ചൂണ്ടിക്കാട്ടാൻ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഭരണ തുടർച്ച. ഇത്തവണ അങ്ങനെ സാധിച്ചു എന്ന് അല്ല, ആ ചോദ്യത്തിൻ്റെ ദുസൂചനയൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധ്യമൊക്കെ എനിക്കുണ്ടല്ലോ. അതുകൊണ്ടല്ല, തെരഞ്ഞെടുപ്പിൽ ചില സമയങ്ങളിലൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അത് ഏതെങ്കിലും ക്യാമ്പയിൻ്റെ പോരായ്മ കൊണ്ടല്ല. ഇത് 10 വർഷം അടുപ്പിച്ച് വഴിവിട്ട് കൊടുക്കും. 10 വർഷം അടുപ്പിച്ചാകുമ്പോഴത്തേക്കിന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു. 5 വർഷമായപ്പോൾ ജനങ്ങൾ പിന്നെയും വിചാരിച്ചു ഒരു അവസരം കൂടെ കൊടുത്താൽ ചിലപ്പോൾ നന്നായാലോ. നന്നായില്ല, അവരുടെ ഭരണം പിന്നെയും മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറപ്പായും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഇങ്ങനെ ഓരോ വീട് കയറി വോട്ട് ചോദിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടത്തിലാണ്. അന്ന് സ്വന്തമായിട്ട് വോട്ട് ചോദിക്കുന്നു, ഇന്ന് പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ ജീവിതത്തിലാകെ സ്വന്തമായിട്ട് ഒരിക്കലും വോട്ട് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി കൊച്ചുനാൾ മുതൽ വോട്ടില്ലാത്ത പ്രായം തൊട്ട് എനിക്ക് വോട്ടില്ലാത്ത പ്രായം തൊട്ട് വോട്ട് ചോദിച്ചത് മൊത്തം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എനിക്ക് വേണ്ടി ആകെ ജീവിതത്തിൽ ഒരു തവണ എളുപ്പം സ്വന്തമായിട്ട് വോട്ട് ചോദിക്കാനാണോ പ്രവർത്തകർ? ഞാൻ അടിസ്ഥാനപരമായ ഒരു പാർട്ടിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതാണ് കൂടുതൽ സന്തോഷമുള്ള കാര്യം. സ്വന്തമായി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാണല്ലോ, ഒരു പ്രഷറൊക്കെ ഉണ്ട്. ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. പിന്നെ നമ്മളെ ജയിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യം. അത് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. തന്നെ കുറേ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ കണ്ണാടിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. എപ്പോഴും കണ്ണാടിയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതലായിട്ട് മുന്നിട്ട് ഇല്ല, അങ്ങനെയില്ല. എല്ലാത്തിനോടും, കണ്ണാടിയോടും പ്രായരിയോടും മാത്തൂരിനോടും മുനിസിപ്പാലിറ്റിയോടും തുല്യമായ സ്നേഹമാണ് എല്ലാത്തിനോടും. അത് നിങ്ങൾ കണ്ണാടിയിലെ വാർത്തകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. അത് നിങ്ങൾ കണ്ണാടിയോട് എന്തോ പ്രത്യേകമായ താല്പര്യം നിങ്ങൾക്കുണ്ട്, ആ താല്പര്യം ഞങ്ങൾക്കുണ്ട്. കണ്ണാടി ഞങ്ങൾ തിരിച്ചു പിടിക്കും, കണ്ണാടി തിരിച്ചു പിടിക്കും, മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കും, പ്രായരിയും മാത്തൂരും നിലനിർത്തും. ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഷൻ നേരിട്ട ആ ഒരു സാഹചര്യത്തിൽ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതൊക്കെ കുറച്ച് ഒരു ആക്ഷേപങ്ങൾക്ക്, ചിലർക്കെങ്കിലും ഒരു അതൃപ്തിക്കൊക്കെ കാരണമായിട്ട്. അതൃപ്തി നിങ്ങൾക്കല്ലേ? നിങ്ങളുടെ അതൃപ്തി ഞങ്ങൾ നോക്കുന്നില്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൃപ്തിയില്ല. പിന്നെ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അതൃപ്തിയില്ല. മാധ്യമങ്ങളുടെ അതൃപ്തി ഒരു കാലഘട്ടത്തിൽ ഞാൻ ഗൗനിച്ചിട്ടുള്ള ഒരാളല്ല. എപ്പോഴെങ്കിലും ഇപ്പം എപ്പോഴും രാഹുലിനോട്, ഈ ഷാഫി പറമ്പിൽ MP മുൻപ് MLA ആയിരുന്ന കാലഘട്ടം തൊട്ട് തന്നെ പാലക്കാട്ടുകാർ നൽകുന്ന ഒരു സ്നേഹം ഉണ്ട്. ആ സ്നേഹമാണ് എപ്പോഴും രാഹുലിന് കൂടി അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴും പല ഘട്ടത്തിലായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ആ സ്നേഹം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നുണ്ടല്ലോ പാലക്കാട് ഇറങ്ങുമ്പോഴുള്ള എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പാലക്കാടൻ ജനതയ്ക്ക് നല്ല രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള, നല്ല ക്ലാരിറ്റിയുള്ള മനുഷ്യന്മാരാണ്. അവർക്ക് ഓരോന്നിൻ്റെയും എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നല്ല ബോധ്യമുള്ള മനുഷ്യന്മാരായതുകൊണ്ടും പിന്നെ അതുപോലെ നിസ്സീമമായ സ്നേഹം തരുന്ന ആളുകളാണ്. ഏറ്റവും ആർദ്രമായ മനസ്സിൻ്റെ ഉടമകളാണ് അവർ. ശ്രീ ഷാഫി പറമ്പിലിന് ആ സ്നേഹം കൊടുത്തു, VK ശ്രീകണ്ഠന് കൊടുത്തു, എനിക്കും തരുന്നു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമാണ്. ഈ നാടിൻ്റെ ജനപ്രതിയാകാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ അത് തന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് വിട്ട ഷാഫിക്കാക്ക് കൂടി അവരെയൊക്കെ മോശമായിട്ട് ബാധിക്കുന്ന തരത്തിൽ അവർക്കെതിരെയൊക്കെ ഒരു ആരോപണമൊക്കെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഞാൻ കാരണം എൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ MPക്കൊക്കെ
അല്ല അതിനകത്ത് അതായത് ഞാൻ എൻ്റെ ആദ്യ വാർത്താ സമ്മേളനങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ആ വിഷയത്തെപ്പറ്റി കൂടുതൽ പ്രതികരണങ്ങൾ പിന്നീട് നടത്താം. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്നെ പോലെയുള്ള പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. പരമാവധി വീട് കയറുന്നതിലാണ് ഫോക്കസ്. ആ വീട് കയറി പരമാവധി ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കണ്ട് 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 തന്നെ പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ. ഇവിടെ ചെറുപ്പക്കാരൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്ദം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. വാർഡിൽ അശ്വതി അടക്കമുള്ള ധാരാളം പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നു. അപ്പോൾ അതുകൊണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡിൽ പാലക്കാട് മാത്രമല്ല കേരളത്തിലാകെ നിങ്ങൾ നോക്കുക. കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കുറവ് പ്രശ്നങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. കാരണം എല്ലാ പാർട്ടിയിലും ഉണ്ടാകും. ഏറ്റവും കുറവ് പ്രശ്നം UDFിനകത്താണ്. ഇന്നിപ്പോൾ പാലക്കാട് ഇവിടേക്ക് നിങ്ങൾ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്താണ്? CPMൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത വാർത്തയാണ്. അപ്പോൾ അതുപോലുള്ള ഗുരുതരമായ വിഷയങ്ങൾ അപ്പുറത്തേക്കുന്നു. ജനങ്ങൾ ഇവരെ ആകമെടുത്തിരിക്കുന്നു. അയ്യപ്പൻ്റെ പൊന്നുകെട്ട ആളുകൾ ഒരു വശത്ത് നിൽക്കുന്നു. ഒരു മുനിസിപ്പാലിറ്റി കൊടുത്തപ്പോൾ ആ മുനിസിപ്പാലിറ്റി അഴിമതിയുടെ സാധ്യതയാക്കി മാറ്റാൻ ശ്രമിച്ച ആളുകൾ പ്രവർത്തിക്കുന്നു. അവിടത്തേക്ക് തർക്കങ്ങൾ നോക്കൂ. ഇപ്പോൾ BJP മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ BJPയുടെ ചെയർപേഴ്സൺ പറയുകയാണ് 5 വർഷക്കാലം നിയന്ത്രിച്ച ആൾ പറയുകയാണ് എൻ്റെ വാർഡിൽ സ്ഥാനാർത്ഥി നിർത്തിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. വൈസ് ചെയർമാൻ അദ്ദേഹം ഞാൻ പാലക്കാട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാത്രം ഒപ്പിട്ടൊരു കത്ത് കൊടുത്തു. അദ്ദേഹം സ്വന്തം വാർഡിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് 300-ലധികം BJP പ്രവർത്തകർ കത്ത് കൊടുക്കുകയാണ് ഈ വാർഡിലോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം താരതമ്യപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിൽ ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ആണുള്ളത്. സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപിടി ആളുകൾ ഇപ്പോൾ അജാസ് കുഴൽമന്ദവും നിഖിലുമൊക്കെ കൊണ്ട തല്ല് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ കൊണ്ട തല്ലൊന്നും പാഴായി പോകില്ല. ഞങ്ങൾ ജയിക്കും. ഒപ്പം തന്നെ ഈ ചില പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിച്ചു, പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ട് പോലും പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മൻസൂർ ഒക്കെ ഭാര്യയ്ക്ക് പോലും സീറ്റ് നിഷേധിച്ചു എന്ന് പറയുന്നു. പിന്നീട് വിമതരായിട്ട് മത്സരിക്കുന്നു. അല്ല, അത്തരത്തിൽ ആശങ്കകൾ പറയുന്ന മുഴുവൻ പ്രവർത്തകരോട് സംസാരിക്കും. നമുക്ക് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്കേ സീറ്റ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അർഹരായിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. ആ അർഹരായിട്ടുള്ള ഒരുപാട് പേരെയും കൂടെ ചേർത്ത് പിടിക്കും. കോൺഗ്രസ് എപ്പോഴും അങ്ങനെയാണ്. വിമതശല്യം എഫക്ട് ചെയ്യില്ല, തിരിച്ചു പിടിക്കും. വിമതശല്യം എന്നല്ല, അവരെ കൂടി ബോധ്യപ്പെടുത്തും. കാരണം ഇതൊന്നും ഒരു വ്യക്തിക്ക് കൗൺസിലർ ആകാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല. BJPയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് നമ്മൾ മത്സരിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യങ്ങളും വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് ആ മാറി നിൽക്കുന്ന ആളുകളെ കൂടി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഉറപ്പായിട്ടും. അത് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് പാലക്കാട്. നഗരസഭയും ഒപ്പമുള്ള ഈ ചുറ്റുമുള്ള പ്രദേശങ്ങളും വാർഡുകളും പഞ്ചായത്തുകളും എല്ലാം തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് MLA അടക്കമുള്ള പ്രവർത്തകർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയത്.